ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഹൽവയാണ്. അവൽ വെച്ചിട്ടാണ് ഈ ഒരു ഹൽവ ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കണേക്കായി മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അവലിട്ട് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ കളറിലുള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഹൽവ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഏത് തരം അവൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4-5 മിനിറ്റോളം നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. നന്നായിട്ട് തന്നെ ഇത് റോസ്റ്റായിട്ട് കിട്ടണം. ഇതിങ്ങനെ കൈ കൊണ്ട് എടുക്കുന്ന സമയത്ത് നല്ലോണം ഇങ്ങനെ പൊടിഞ്ഞിട്ട് കിട്ടണം. ആ ഒരു രീതിയിൽ വേണം ഈ ഒരു അവൽ നമുക്ക് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതേ അവലൊക്കെ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഇങ്ങനെ പൊടിഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അവൽ ഞാനിവിടെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അവിടെ ഇരുന്നിട്ടൊന്ന് ചൂടാറിട്ട് വരട്ടെ. ഇനി നമ്മൾ അവൽ വറുത്തെടുത്തിട്ടുള്ള അതേ കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ പായസത്തിനൊക്കെ വറുത്തെടുക്കില്ലേ തേങ്ങാക്കൊത്ത്, അതേപോലെ ഒന്ന് വറുത്തിട്ടെടുക്കാം. തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തിട്ടെടുക്കുകയാണ് ചെയ്യണത്. നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരയ്ക്ക് വേണം ഈ ഒരു തേങ്ങാക്കൊത്ത് നമ്മൾ വറുത്തിട്ടെടുക്കാനായിട്ട്. ഇപ്പോഴത്തെ തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചെറുതായിട്ടൊന്നിങ്ങനെ വറുത്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചെയ്താൽ മതി. ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് തന്നെ ഈ ഒരു എള്ളൊക്കെ ഒന്ന് മൂത്തിട്ട് കിട്ടും. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് പൊടിച്ചിട്ട് അളന്നിട്ട് എടുത്തിട്ടുള്ള അളവാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അച്ച് ശർക്കരയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 അച്ച് ശർക്കരയൊക്കെ വേണ്ടി വരും. പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അതിൻ്റെ അളവിലൊക്കെ വ്യത്യാസമൊക്കെ വരുത്താവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല കേട്ടോ. ഈ ഒരു ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവലുണ്ടല്ലോ, അതൊരു മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കാം. ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് തന്നെ ഈ ഒരു അവലൊന്ന് പൊടിച്ചിട്ട് എടുത്തിട്ട് വരാം. ഇപ്പോൾ അതേ അവലൊക്കെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു അവൽ പൊടിച്ചതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു അവലിൻ്റെ പൊടി തേങ്ങാപ്പാലൊക്കെ അങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ വീണ്ടും 1.5 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കലക്കിയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു അവലിൻ്റെ പൊടി അവിടെ ഇടയ്ക്ക് ആയിട്ട് ഇങ്ങനെ കട്ടായിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവൽ പൊടിച്ചെടുത്തിട്ടില്ല, അതേ മിക്സി ജാറിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഇതിപ്പോൾ അതേ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, ആ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് എള്ളോ അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എള്ളാണ് ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. ഞാനിവിടെ നേരത്തെ തേങ്ങാക്കൊത്തും എള്ളൊക്കെ വറുത്തെടുത്തിട്ടില്ലേ, അതേ കടായി തന്നെയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അവലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കിനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹൽവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടും കൈയെടുക്കാതെ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കണം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് അടിക്കൊക്കെ പിടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്യണതാണ് നല്ല സേഫായിട്ട് ഉണ്ടാവുക. അടിക്കട്ടുള്ള പാത്രമൊക്കെ എടുത്തിട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ
അടുപ്പൊക്കെ ലോ ഫ്ലെയിമിലേക്കൊക്കെ വെച്ച് കൊടുക്കൊക്കെ വേണം. നോൺ സ്റ്റിക്ക് പാത്രമായ കാരണം നമുക്ക് പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലേക്കൊക്കെ ആക്കിയിട്ടും കുറച്ചിട്ടൊക്കെ നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ഏലക്ക കുറച്ച് പഞ്ചസാര ഇട്ടിങ്ങനെ പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു മധുരമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണ്ട. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടുകയൊക്കെ ചെയ്യും ഹൽവ കഴിക്കുമ്പോൾ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്നിങ്ങനെ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ശർക്കര എടുക്കുമ്പോൾ നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കര എടുക്കാനായിട്ട് നോക്കണം. എനിക്കിപ്പോൾ അതുപോലത്തെ ശർക്കര കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബ്രൗൺ കളറിലുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഈ ഒരു ഹൽവയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ ഒരു നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയിട്ടെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന 2 ടേബിൾ സ്പൂൺ നെയ്യും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നെയ്യ് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണയും കൂടി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മാത്രം നെയ്യ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നെയ്യ് കുറച്ച് വേണം കേട്ടോ, എന്നാലാണ് ആ ഒരു ഹൽവയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എള്ളും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ആ ഒരു വെളിച്ചെണ്ണയോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഹൽവയുടെ ആ ഒരു പരുവം ആവണ വരക്കൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു തവിയൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു സ്പാച്ചിലാണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് എടുത്തിട്ട് കൊടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടിയും ഇളക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല ബോൾ പോലെ ഇങ്ങനെ ആയി തുടങ്ങും. ആ ഒരു സ്റ്റേജ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഹൽവയുടെ ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടി നമുക്കിത് ഇളക്കി കൊടുത്തിട്ടൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാനുണ്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടിരിക്കണില്ല. അതുപോലെ തന്നെ നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റണം. എന്നാലാണ് ഹൽവ സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുറിച്ചെടുക്കാനൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കേക്ക് ടിൻ ഉണ്ടല്ലോ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കാം. അതിനുശേഷം പിന്നെ നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മോൾഡിൽ നിന്ന് എടുക്കാനും പറ്റുള്ളൂ. അതുപോലെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരട്ടെ. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അവൽ വെച്ചിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണത്.
അവലോണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല. അത് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ അത് അവൽ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഹൽവയാണെന്ന്. ശരിക്കും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേപോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ്. നമ്മൾ നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കരയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും കറുത്ത ഹൽവയുടെ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്